എത്ര പ്രാവുകൾ കുറേ നാളായി വന്നിട്ട്. ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. നല്ലൊരു ദിവസം 2026. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. അതെ, അപ്പോൾ ഈ വർഷം നല്ലൊരു തുടക്കമാവട്ടെ എല്ലാവർക്കും, എല്ലാത്തിലും. അപ്പോൾ വളരെ എളുപ്പത്തിലൊരു പരിപ്പ് കറി ഉണ്ട് കേട്ടോ. വളരെ സിമ്പിളായൊരു പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു പരിപ്പ് കറി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും പറയും പോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടും കാണുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. സാധനം കുറച്ചൊന്നും മുറിക്കണ്ട. വെളുത്തുള്ളി കുത്തിയാൽ നമുക്ക് പരിപ്പ് കറി വയ്ക്കാം. ഇതൊരു 200 പരിപ്പുണ്ട് കേട്ടോ. കഴുകിയതാണ്, തോരപ്പരിപ്പ്. ഇതിലേക്ക് ഒരു തക്കാളി, 3 പച്ചമുളക്, ഒരു 2 കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം. രണ്ട് വിസിൽ വരട്ടെ. പരിപ്പ് എന്താ നോക്കാം. ഓ, നന്നായി വന്നു കേട്ടോ. 2 വിസിലുണ്ട്. ചട്ടിയൊന്നും ചൂടാകട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ കഴിഞ്ഞു. കടുക്, കുറച്ച് കടുക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 2-3 വറ്റൽമുളക്, 5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, പരിപ്പ് കുത്തിക്കാച്ചി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീ കുറച്ച് വയ്ക്കുക. നന്നായി കുറച്ച് വയ്ക്കുക. കുറച്ച് തീ നിർത്തിയാലും കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, കുറച്ച് ഒരു നുള്ളു കായപ്പൊടി, നമ്മുടെ വേവിച്ച് വെച്ച പരിപ്പിട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. ഉപ്പിട്ടൊന്ന് തിളക്കട്ടെ. പരിപ്പ് നന്നായി തിളച്ചു. കുറച്ച് നെയ്യ്, ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഓഫാക്കുക. കുറച്ച് കറിവേപ്പില. സൂപ്പർ ചപ്പാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ എല്ലാം വെക്കുന്നൊരു പരിപ്പ് കറി. കുറച്ച് വഴുതിരിങ്ങിൻ്റെ മെഴുക്കുവരട്ടി വയ്ക്കട്ടെ. ഉരുളക്കിഴങ്ങും വഴുതിരിങ്ങയും കൂടി മെഴുക്കുവരട്ടി വയ്ക്കുന്നിട്ടാണ്. സവാളയാണ്. കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ചതച്ച മുളക്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, വഴുതിരിങ്ങ, ഉരുളക്കിഴങ്ങ്,
ആവശ്യത്തിന് ഉപ്പൊക്കെ കൊടുക്കാം. വേഗം നമ്മൾ മെഴുക്കുവരട്ടി നോക്കാം. അടിപൊളിയായി വന്നുട്ടാ. എന്താ അമ്മ ചെയ്യണേ? ഗോതമ്പ് ഇന്നലെ റേഷൻ കടക്ക് പോയതാണ് അച്ഛൻ. നല്ല ഗോതമ്പ് നമ്മൾ കഴുകിയിട്ട് പൊടിക്കാം. നല്ല വെയിലുണ്ട് കിണറിൻ്റെ അവിടെ ഇടാനേ. ചേറ് കണക്കാ നമ്മൾ ചേറ് എന്ന് പറയും, ചിലർ പാട്ടി എന്ന് പറയും. ചേറ് അത്ര അറിയൊന്നുമില്ല കേട്ടോ. നല്ല കോമ്പ് കേട്ടോ, ഒരു കരടൊന്നുമില്ല. നല്ല സൂപ്പർ ഗോതമ്പ്. 2-3 പ്രാവശ്യം കഴുകിയിട്ട് വെയിലത്തിട്ടാ വേഗം ഉണങ്ങും. മാറി കഴുകിയെടുക്കട്ടെ, മാറി. ഗോതമ്പ് ഉണക്കാണ് കേട്ടോ, കഴുകിയതാണ്. മുറിച്ചത് കവറ് മറിച്ചു. നാല് പ്രാവശ്യം കഴുകിയതാണ് ഗോതമ്പ്. ഈ ഗോതമ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ വർഷം ഉണക്കിയതാ. കഴിഞ്ഞ വർഷം നല്ല വെയിലുണ്ട്. ഒരു 3 മണി വരെ വെയിലുണ്ട് കേട്ടോ ഇവിടെ. അല്ലെങ്കിൽ പാക്കറ്റാ കൊണ്ടുവരിക. എന്തിനാ വെറുതെ, അത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന് പൊടിക്കണ ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇതിന് പൊടിക്കണ ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പൊടി എവിടുന്ന്? അത് ശരി, ഉണക്കി ഉണക്കാനിട്ടു. ഇനി എത്ര ദിവസം വേണം ഉണങ്ങാൻ? 2 ദിവസം കൊണ്ട് ഉണങ്ങും. 4 മണി വരെ നല്ല വെയിലുണ്ട് ഇവിടെ. കുറച്ച് മുളക് വാങ്ങിയിട്ട് വേണം ഉണക്കണമെങ്കിൽ. കഞ്ഞി തോരണ്ട, അപ്പോൾ നമുക്ക് ചോറുന്നാ. ചൂട് നമ്മൾ പരിപ്പ് കറി സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ണിക്ക് നെയ്യ് ഒഴിച്ചാൽ പിന്നെ പറയാ വേണ്ട. അങ്ങനെ പരിപ്പ് കറി വെക്കാത്തവർ വെച്ച് നോക്കട്ടാ, സൂപ്പർ ടേസ്റ്റാണ്. വെച്ചവർക്ക് വേണ്ട, എല്ലാവരും വെക്കുന്നതാണ്. വെച്ചവർക്ക് വേണ്ട, വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കും. നെയ്യൊക്കെ ഒഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റാ. മതി എന്നിട്ടേ ചൂട് ചോറിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിലല്ലേ സൂപ്പറാണ്. പപ്പടം ഉണക്കമീനൊക്കെ വാങ്ങൽ ഇവിടെ കുറവാണ് കേട്ടോ. സൂപ്പർ സൂപ്പറാണ്. ഒരു ഉണക്കമീനും വാങ്ങാമായിരുന്നു. ഇത് രണ്ടും വാങ്ങാറില്ല, അതുകൊണ്ടാണ്. വല്ലപ്പോഴും മാത്രമേ വാങ്ങുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.